നിന്റെ ചിറകളിൽ എന്നും വിശുദ്ധിതൻ കാറ്റ്, നിന്റെ കുറുകളിലെന്നും കേൾപ്പൂ സ്നേഹത്തിൻ പാട്ട്. ചാരം മൂടിയ കനലുകൾ മീതെ 5,000 പേർക്ക് കൊടുക്കുന്നതും ഈശോ വെള്ളത്തിന് മീത് നടക്കുന്നതും ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. 5,000 പേർക്ക് കൊടുത്തുകൊണ്ട് ഈശോ പറഞ്ഞു, ഒരു അപ്പത്തെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. വെള്ളത്തിന് മീത് നടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, എന്റെ ശരീരത്തെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. വെള്ളത്തിന് നടക്കുന്ന സാധാരണ ശരീരം, ഈ ശരീരം വെച്ചുകൊണ്ട് വെള്ളത്തിന് നടക്കാൻ പറ്റും. ശരീരത്തിന് ഒരു മാറ്റം വരുത്തി ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡി സ്റ്റേറ്റിലാണ്. ഉദിതനായ ഈശോയുടെ ഒരു സ്റ്റേറ്റ് ആണ്. ഇത് രണ്ടും പ്രവർത്തനത്തിന് ശേഷമാണ് ഈശോ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ടിട്ട് കുറെ പേര് അന്വേഷിച്ചു വന്നു. വരുമ്പോൾ തന്നെ അവരോട് ഈശോ നിരുത്സാഹപ്പെടുത്തിയിട്ട് പറയാണ്, ഞാൻ ചെറിയ അത്ഭുതം കണ്ടിട്ടാണ് നിങ്ങൾ എന്റെ അടുത്ത് വരാൻ കാരണം. ഈശോ പറയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ഒരു വിശുദ്ധ കുർബാനയെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാളിന് പ്രദക്ഷിണം പോകുന്നുണ്ട്. ഇങ്ങനെ പ്രദക്ഷിണം ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ ജംഗ്ഷനിൽ നമുക്ക് കുറച്ച് ആൾക്കാർ അവിടെ ഇറങ്ങി ഒരു പ്രത്യേകിച്ച് ഒരു പണിയില്ലേ, അടുത്ത ജംഗ്ഷനിൽ കുറച്ച് പേര് പോകും. അങ്ങനെ ഓരോ ജംഗ്ഷനിൽ കുറച്ച് അവസാനം കുറച്ച് പേര് ഇത് കഠിനമാണെന്ന് പറയുന്നു. അവസാന ഓഡിയൻസ് വലിയൊരു ഓഡിയൻസ് ആണ്, 12 പേരുടെ ഓഡിയൻസ്. അതുകൊണ്ട് ഈശോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നത്, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കില്ല. എപ്പോൾ മനസ്സിലാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അറിയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാം